സന്ദീപിന്റെ ഭാര്യ പദവി നേടിയെടുത്തു അല്ലേ ആതിരെ? നമ്മൾ ഇനി നേരിൽ കാണുമ്പോ കൊല്ലാനിരുന്നതാ നിന്നെ ഞാൻ. നിന്നെപ്പോലെ ഒരുത്തി കൊന്നെന്റെ ജീവിതം കളയണ്ടെന്ന് എന്റെ ചേച്ചി എന്നെ വിലക്കിയതുകൊണ്ടാ. പക്ഷെ മരണത്തിനും വലിയൊരു ശിക്ഷയാ ഞാൻ നിനക്ക് തരാൻ പോകുന്നേ. എന്താന്നല്ലേ, ഞാനും സന്ദീപും സന്തോഷമായി കഴിയേണ്ട ഈ മുറിയിൽ ഇനി അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കും നിന്റെ ജീവിതം. ഞങ്ങളുടെ പൊട്ടിച്ചിരികൾ ഉയരേണ്ടിയിരുന്ന ഈ മുറിയിൽ ഇനി നിന്റെ പൊട്ടിക്കരച്ചിൽ മാത്രമേ ഉണ്ടാവൂ. നീ എന്ത് കരുതി? നീ ഇവിടേക്ക് വരുമ്പോ തന്നെ നിന്നെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി നിന്നെ ഇവിടുത്തെ മരുമകളായി വാഴിക്കുമെന്നോ? പിന്നെ നിനക്കൊരു ധാരണയുണ്ടാവും ഇതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നും സന്ദീപ് ഉടനെ തിരിച്ചു വന്ന് സ്വസ്ഥമായൊരു ജീവിതം തുടങ്ങാന്നും. ഈ പറഞ്ഞ രണ്ടും നടക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ ശരിക്കും തുടങ്ങാൻ പോകുന്നതേ ഇനിയാ. അതുണ്ടാക്കുന്നത് ഈ ഞാനും. മകന്റെ താലിക്ക് 2 തവണ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് നിരാശയായവളെന്ന അല്പമല്ലാത്ത പരിഗണന സേതുമാധവന്റെ മനസ്സിൽ എനിക്കുണ്ട്. ആ പരിഗണനയിൽ നിന്നുകൊണ്ടാ അനഘ ഇനി കളിക്കാൻ പോകുന്നേ. അനഘേ, നിനക്കറിയാലോ, നിന്നെ സന്ദീപിന്റെ വിവാഹം നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരെതിർപ്പും പറയാതെ മാറി തന്നവളാ ഞാൻ. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നത് ഞാനായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടെന്നും എല്ലാവരുടെയും സമാധാനക്കേടിന് ഞാനൊരു കാരണമാവണ്ടെന്ന് കരുതിയ. എന്റെ വീട്ടിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്ന് താമസിക്കാനാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് എന്റെ വീട്ടുകാരോട് പറഞ്ഞെങ്കിലും എനിക്കറിയായിരുന്നു ഈ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല എന്ന്. സന്ദീപിനെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് കരുതിയ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ എന്റെ ഊഹങ്ങളെല്ലാം മാറി മറിഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിപ്പോയി. ഇതൊന്നും ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അനഘയ്ക്ക് എന്നോട് ക്ഷമിച്ചൂടെ? എന്നെ സന്ദീപിനെ ജീവിക്കാൻ അനുവദിച്ചൂടെ? എന്നെ ഇങ്ങനെ ശിക്ഷിക്കാതിരുന്നൂടെ? അതിന് നിന്നോട് ആര് പറഞ്ഞു ഇത് നിനക്ക് മാത്രമുള്ള ശിക്ഷയാണെന്ന്? എന്നെ വധുവായി 2 തവണ വിട്ടുവീഴ്ച കെട്ടിച്ചൊരുത്തനുണ്ടല്ലോ നിന്റെ രഹസ്യ ഭർത്താവ്. ഇത് അവനും കൂടെയുള്ള ശിക്ഷയാ. സ്വന്തം അനിയത്തിയെ പോലെയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം എന്നെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് എല്ലാത്തിനും പുറകിൽ നിന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ നിന്റെ ചേച്ചി അർച്ചനയ്ക്ക് കൂടിയുള്ള ശിക്ഷ. സ്വന്തം ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ നീയും, ഭാര്യയെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അവനും, ഇനി ഒരിക്കലും കണ്ണുനീര് തോരാതെ അനിയത്തിയെ ആശ്വസിപ്പിച്ച അർച്ചനയും. അതാണ് ഇനി അങ്ങോട്ടുള്ള എന്റെ പ്രതികാരം. പിന്നെ നീ എന്താ പറഞ്ഞത്? ഇതൊന്നും നീ മനഃപൂർവ്വം ചെയ്തതല്ലെന്നോ? നീ അറിയാതെയാണോ സന്ദീപ് തന്നെ രഹസ്യമായി വിവാഹം കഴിച്ചത്? നീ ഗർഭിണിയായത് നീ അറിഞ്ഞിട്ടില്ലേ? ഇതിലേതാടി നീ അറിയാതെ നടന്നത്? എനിക്കറിയാം, നിന്റെ ചേച്ചി പറഞ്ഞിട്ട് നീ നിന്റെ വീട്ടുകാരെ ഉൾപ്പെടെ ഇതിനായി വേഷം കെട്ടി ഇറങ്ങിയതാണെന്ന്. അതുകൊണ്ട് എന്റെ മുന്നിൽ ഒരുപാട് നല്ല പിള്ള ചമയേണ്ട നീ. ഇനി അങ്ങോട്ട് നിന്റെ കണ്ണീര് കാണുന്നത് അനഘയ്ക്ക് സന്തോഷം. നിനക്ക് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോന്നും ആത്മഹത്യ ചെയ്യുന്നതാ നല്ലതെന്ന്. നിവർത്തി കെട്ട് നീ അതും ചെയ്തെന്ന് വരും. നീ നോക്കിക്കോ ആതിരെ, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നെന്ന്. മാറടി അങ്ങോട്ട്.
ഞാൻ സംസാരിക്കുന്നതും കൂടെ വരാൻ വിളിക്കുന്നതും എന്റെ കഴുതി താലി കെട്ടി എന്റെ ഭർത്താവിനെയാ. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അർച്ചനെ അച്ഛൻ അവഗണിക്കുന്നതിൽ ഇയാൾക്ക് നല്ല വിഷമമുണ്ട്. അതിന് മാത്രം അർച്ചന എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിനക്കെന്നല്ല, എന്റെ ഒരു മക്കൾക്കും മനസ്സിലാവില്ല. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനും അതിൽ കുറ്റബോധം തോന്നാനുള്ള മനസ്സൊന്നും എന്റെ മക്കൾക്കില്ല. അതല്ലേ ഇതും പറഞ്ഞ് നീ ഇപ്പൊ ഇവിടെ കയറി വന്നത്? ഭാര്യയുടെ വിഷമം കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്റെ അച്ഛനും ഏട്ടത്തെയൊക്കെ ഉരുകുന്നത് നീ കാണുന്നേയില്ല. നീ പറഞ്ഞല്ലോ നിന്റെ ഭാര്യയെ ഞാൻ അവഗണിക്കുന്നുവെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ? കൂടുതൽ പരിഗണിച്ചപ്പോ തിരിച്ചു തന്നത് എന്താ? എന്റെ ഇഷ്ടങ്ങളെയും വിശ്വാസത്തെയും മുതലെടുത്തു. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മകനെ എന്റെ താല്പര്യമില്ലാതെ വിവാഹം കഴിപ്പിക്കാൻ നിന്റെ ഭാര്യയ്ക്ക് എന്താണ് യോഗ്യത? എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ഈ വീട്ടിലിപ്പോ ഉണ്ടാവില്ലായിരുന്നു. അറിയോ നിനക്ക്? എന്റെ മകനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നപ്പോ അതാര് കാരണമാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രായത്തിലും മനസ്സ് തകർന്ന് ജീവിക്കാനാ എന്റെ തലയിലെഴുത്ത്. അതിനിടയുണ്ടാക്കുന്നത് ഞാൻ മക്കളെ പോലെ സ്നേഹിച്ചവരും. എല്ലാം കൊണ്ടും പിടിവിട്ട് നിൽക്കുകയാണെന്റെ. ഒരുത്തം വീട് വിട്ടു പോയതിന്റെ കണ്ണീര് തോന്നിട്ടില്ല ഇവിടെ ആർക്കും. ഇനി ഇവന്റെ കാര്യം കൂടി എന്താവുമെന്ന് എനിക്കൊരു ധാരണയില്ല. വരും പോലെയൊക്കെ വരട്ടെ. അച്ഛാ, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ന്യായീകരണം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. എനിക്ക് പറയാനുള്ളത് ദേവിയതൊന്ന് അച്ഛൻ കേൾക്കണം. അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഞാൻ തെറ്റുകാരിയാണെന്ന്. എന്നോട് വന്ന് സന്ദീപ് ആതിരെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവനെ എതിർക്കാൻ തോന്നില്ല എന്നുള്ളതാ സത്യം. ഇത് അച്ഛനോട് പറയാൻ എത്രയോ തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. നിക്കക്കള്ളിയില്ലാതെ അവരെ വിവാഹം കഴിപ്പിച്ചപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊക്കെ അച്ഛന് പറഞ്ഞ് മനസ്സിലാവുന്നു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നപ്പോഴൊക്കെ അതിലും വലിയ തിരിച്ചടികളാണ് ഉണ്ടായത്. അച്ഛൻ സന്ദീപിനെ അനഘയും വിവാഹം കഴിപ്പിച്ച് അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് സ്വപ്നം കണ്ട് ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല. അച്ഛ വിവാഹം കഴിച്ചില്ല എങ്കിൽ സന്ദീപ് ആതിരെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് നടത്തിക്കൊടുത്തത്. എൻ്റെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച അച്ഛനിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയതല്ല. ഞാൻ തെറ്റ് ചെയ്തുവെന്നും അച്ഛൻ്റെ വിശ്വാസം തകർത്തുവെന്നും അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാം ആര് പറഞ്ഞാലും അച്ഛൻ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന്. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റുകൊണ്ടും മനസ്സ് വേദനിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ടും എനിക്കൊരു അപേക്ഷയുണ്ട് അച്ഛനോട്. ഞാൻ ചെയ്ത തെറ്റിന് സന്ദീപിനെ ആതിരെ ഇനി അച്ഛൻ വിഷമിപ്പിക്കരുത്. അച്ഛൻ തരുന്ന
ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നു. എനിക്ക് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഒരു പരാതിയും പറയാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ എന്നോടുള്ള ദേഷ്യം അച്ഛൻ സന്ദീപിനോടും അതിനോടും തീർക്കരുത്. ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരവര്. അവരെ തമ്മിൽ പിരിക്കരുത്. എന്നോട് അച്ഛനൊന്നും ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇനി നിർബന്ധിക്കില്ല. പക്ഷെ എന്റെ ഈ ആവശ്യം അച്ഛൻ അംഗീകരിക്കണം. ഞാനിവിടെ വന്ന നാൾ മുതൽ അച്ഛൻ എന്നെ കാണുന്നതാ. ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് അച്ഛൻ അറിയില്ലേ? എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും വാത്സല്യം തരുകയും ചെയ്ത ആളാ അച്ഛൻ. അതുകൊണ്ടാവും എന്നോടിപ്പോ ഇത്രയും ദേഷ്യവും. പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. സന്ദീപിനെ തിരിച്ചു വിളിക്കണം. എന്നോടുള്ള ദേഷ്യം അതേപടി മനസ്സിൽ വെച്ചാലും സാരമില്ല. എല്ലാം മറന്ന് സന്ദീപിനെ ഒന്ന് തിരിച്ചു വിളിക്കണം. സച്ചി, അച്ഛാ, എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി. നീ ചെന്ന് അവന്തികയോടോ അനക്കയോടോ ഇവിടെ വരെ ഒന്ന് വരാൻ പറയും. സച്ചിട്ടാ, വേണ്ട. അച്ഛനും ഞാൻ എടുത്തു കൊടുത്തോളാം. അത് വേണ്ട. എനിക്കിപ്പോ പഴയ പോലെ ആരെയും വിശ്വാസമില്ല. അതിന് കാരണം എന്റെ അനുഭവങ്ങൾ തന്നെയാ. എനിക്ക് ചുറ്റുമുള്ളവർ മുഖംമൂടി ധരിച്ച് അവസരം കിട്ടിയാൽ ചതിക്കാൻ മടിക്കാത്തവരുമാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആരും തലയിടണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. ഇങ്ങനൊരു തീരുമാനം നേരത്തെ എടുക്കാത്തതാണ് ഇപ്പൊ നടന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം. അതിനി ആവർത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. എന്തായിരുന്നു അച്ഛനും മകനും തമ്മിലൊരു സംസാരം? ദേഷ്യപ്പെട്ടാണല്ലോ അച്ഛൻ അകത്തേക്ക് പോയത്. അറിയില്ല. ഏട്ടത്തെ അച്ഛൻ അന്വേഷിച്ചു. എന്തിനാണാവോ? അത് അച്ഛനെന്തോ ഗുളിക എടുത്തു കൊടുക്കാന്. അതെന്താ? അർച്ചനെ അച്ഛൻ കണ്ടില്ലായിരുന്നോ? ആ, എന്തായാലും എന്നെ വിളിച്ചതല്ലേ, ഞാൻ പോയിട്ട് വരാം. എടോ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞൊന്നും വലിയ വിഷയമാക്കി എടുക്കേണ്ടതാൻ. ക്രമേണ അതൊക്കെ ശരിയാവും. ഇനി താൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ഒരു കാര്യത്തിലും തൽക്കാലം താൻ ഇടപെടണ്ട. എല്ലാം ഒന്ന് ശരിയായി വരുന്നവരെ താൻ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കേ. എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറുമ്പോൾ നമുക്ക് നോക്കാം. തൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അച്ഛൻ ഈ രീതിയിലാണ് പ്രതികരിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. താൻ എന്നോട് ക്ഷമിച്ചേക്ക്. അതൊന്നും സാരമില്ല സച്ചേട്ടാ. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. സച്ചേട്ട മുറിയിലേക്ക് ചെല്ല്, ഞാൻ വന്നേക്കും.
മോളെ അർച്ചന, ഇനി മുതല് അച്ഛന്റെയും ഈ വീടിന്റെയും മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവന്തികയാ. ഇത് ഞാൻ പറഞ്ഞല്ല, അച്ഛനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാ. ഈ സന്ദർഭത്തിലൊരു മംഗളചരണം ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? ആ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഈ സാഹചര്യത്തിൽ ഇത്രയും യോജിച്ച മറ്റൊന്നില്ല. മരുമകൾ എന്ന് പറഞ്ഞ് തലയെ വെച്ച് കൊണ്ടു നടന്നിരുന്ന ആളെ ദേ താഴേക്കിട്ട് ചവിട്ടിയിരിക്കുന്നു. എല്ലാം ശരിയാകുന്നൊരു ആശ്വാസവാക്കിൽ തൂങ്ങി ഇനി അതിനായിട്ട് കാത്തു നിൽക്കണ്ട. ഒന്നും പഴയ പോലെ ആവില്ല. ആവുമെന്ന് നീ കരുതുമ്പോഴൊക്കെ ഈ അവന്തിക ഉണ്ടാവും തടസ്സമായിട്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഈ വീട്ടിൽ അവന്തികയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും ഉയരില്ല. എന്നോടൊപ്പം എത്തണം എന്നുള്ള നിന്റെ ദുർവാശിയാ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് ജീവിച്ചോണം ശിഷ്ടകാലം മുഴുവൻ. എനിക്കെതിരായി എവിടെയെങ്കിലും കയറി നിന്നാ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് ചുമരിൽ അടിക്കുന്നില്ല ഞാൻ. ഈ വീടിന്റെ ഭരണം അച്ഛൻ ഏൽപ്പിച്ചു എന്ന് കരുതി എന്നെ ഭരിക്കാനും എന്നെ മര്യാദ പഠിപ്പിക്കാനും ഞാനും എന്റെ ഭർത്താവും ആരെയും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. തെറ്റ് കണ്ട എന്നെ തിരുത്താനും വഴക്ക് പറയാനും എനിക്ക് എന്റെ ഭർത്താവുണ്ട്. ഈ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന മരുമകൾ എന്ന പദവിയിൽ കൂടുതൽ എന്നോട് സംസാരിക്കാനോ അധികാരം കാണിക്കാനോ വന്ന മുടിയെ ചുറ്റിപ്പിടിക്കുന്നതും ചുമരിലിടിക്കുന്നതും ഒക്കെ ഞാനായിരിക്കും. അച്ഛന്റെ ദേഷ്യവും മറ്റുള്ളവരുടെ സംശയമൊക്കെ എങ്ങനെ തീർക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനിയും ഈ വീട്ടില് എല്ലാവരും എനിക്ക് എതിരായാലും ശരി, വൈകാതെ പഴയ പോലെ തന്നെ അർച്ചന തിരിച്ചു വരും. അതേ പഴയ ശക്തിയോടെ തന്നെ. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആതിരിപ്പോ ആ വീട്ടിൽ താമസം തുടങ്ങിയല്ലോ. പിന്നെ സന്ദീപിന്റെ കാര്യം, ആ പിണക്കൊക്കെ 2 ദിവസം കഴിയുമ്പോ മാറിക്കോളും. എന്നാലും എന്റെ മോള്, അവളെ ഇങ്ങനെയാണ് പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വിചാരിച്ചത്. ഏതൊക്കെ രീതി ന്യായീകരിച്ചാലും ആതിരയും സന്ദീപം ചെയ്തത് തെറ്റ് തന്നെയല്ലേ. അതിന് കൂട്ടു നിന്നത് അച്ചു. എന്റെ പിള്ളേർക്ക് ഇനി ആ വീട്ടിൽ മനസ്സമാധാനം കിട്ടുമോ? അമ്മേ, ഈ വിഷമിക്കുന്നതിലും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അവര് രണ്ടുപേരും നെല്ലിശ്ശേരിയിലെ മരുമക്കളാ. അവർക്കവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരുടെ ഭർത്താക്കന്മാര് നോക്കിക്കോളും. ആ, അമ്മേ ആതിരയാണല്ലോ. ഹലോ, എങ്കിതടി. ഹലോ മോളെ. മോളെ ആതിര, ഉമ്മ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല അമ്മ. നീയായിട്ട് അവിടെ ആരെയും വിഷമിപ്പിക്കരുത്.
എന്റെ മോള് കാരണം അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അച്ചുവിന് പോലും. ഉം? ഇല്ലമ്മ, ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ മോളെ, നമുക്ക് അമ്മ ഇത് ആരെയും ഉപദേശിക്കുന്നേ? ഇനിയാണോ മക്കളെ ഉപദേശിക്കാൻ പോകുന്നേ? കൂടെ ഇരുത്തി മുഖത്ത് നോക്കി ഇവിടെ എല്ലാരും കൂടി പറഞ്ഞൊരു കാര്യം മോള് കേട്ടില്ലല്ലോ. അങ്ങനെയുള്ള മക്കളെ വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. പുകഞ്ഞ ഉള്ളി പുറത്തുനിന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളു ഇനി.